വീട്ടിലോട്ട് പോകാം. വീട്ടിലെ വോട്ട് വർത്തമാനം അറിയാം. ഒപ്പം കൂടിക്കോ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തി നിർണയിച്ചുകൊണ്ട് ഒഴുകുന്ന കാര്യങ്കോട് പുഴ, തേജസ്വിനി എന്നും വിളിക്കും ഈ പുഴയെ. ഈ പുഴ കടന്ന് മറുകരയിലെ വോട്ട് വിശേഷം തേടാൻ പോവുകയാണ് നമ്മൾ. കാര്യങ്കോട് പുഴയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യം? കണ്ണൂരിനെയും കാസർഗോഡിനെയും അതിരിടുന്ന കാര്യങ്കോട് എന്ന തേജസ്വിനി പുഴയുടെ അക്കരയും ഇക്കരയുമുണ്ട് രാഷ്ട്രീയം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നിയമസഭാ മണ്ഡലത്തിന്റെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി വോട്ടർമാർ വോട്ടിടുന്ന പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാസർഗോഡിനെയും കണ്ണൂരിനെയും വേർതിരിക്കുന്ന കാര്യങ്കോട് പുഴ എന്ന തേജസ്വിനി പുഴയുടെ വിരിമാറിലിരുന്ന് നമ്മൾ ഇത് പറയുമ്പോൾ കൈത്തോട് ചെന്ന് നദിയിൽ പതിച്ച് നദി ചെന്ന് അറബിക്കടലിൽ പതിക്കുന്നത് പോലെ ഇത്തവണ സ്വഭാവം മാറുമോ വോട്ടിന്റെ? അത് മണ്ഡലത്തിലെ നിലവിലത്തെ രാഷ്ട്രീയ ചിത്രം മാറ്റുമോ? അത് തേടിയുള്ള വോട്ട് യാത്രയിലാണ് നമ്മൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൂടെ നമ്മളിങ്ങനെ വോട്ട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന MP എന്താണ് ചെയ്തു തരേണ്ടതെന്നുള്ള അവരുടെ പ്രത്യാശകളൊക്കെ മനസ്സിലാക്കിയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ കാഞ്ഞങ്ങാട് എത്തി നിൽക്കുകയാണ്. കാഞ്ഞങ്ങാട് എത്തുമ്പോൾ അവിടെ പാർട്ടികൾക്ക് കൃത്യമായി രാഷ്ട്രീയ വോട്ടുകളുള്ള ഇടങ്ങളാണ് കൂടുതലും. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞാൽ ചിത്താരി എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കോട്ടയാണ്. ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയെന്ന് പറയാവുന്ന ചിത്താരി. ആ ചിത്താരിയിൽ ലീഗ് ഗ്രാമമായി തന്നെ കഴിയുന്ന ചില ഇടങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. ചിത്താരിയിലെ മാട്ടുമ്മൽ മുഹമ്മദ് ഹാജി എന്ന് വളരെ പ്രശസ്തനായ ആളുടെ വീടാണ്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുജനും മകനും ഒക്കെയുള്ള ലീഗിൻ്റെ ഒരു കോട്ട, അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത്. വീട്ടിലെ വോട്ട് വർത്തമാനം അറിയാൻ പോകുന്നത്. അപ്പോൾ ചിത്താരിയിലേക്ക്. അപ്പൊ ഈ സമസ്തയെ ലീഗും അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ കാണുന്ന വാർത്തയൊക്കെ അടിസ്ഥാനരഹിതം. സമസ്ത ഒരു മതസംഘടന, മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ പാർട്ടി. പക്ഷേ ഇത് രണ്ടും അഭേദ്യമായ ബന്ധമുള്ളതാണ്. ഒരു അഭിപ്രായ വ്യത്യാസം ഒരു കാര്യത്തിൽ ഞങ്ങളില്ല. അപ്പൊ ഈ സമസ്ത ഇടതിനൊപ്പമാണ് എന്നൊക്കെ പറയുന്നു. അത് നിങ്ങളെപ്പോലെയുള്ള പത്രക്കാര് ദൃശ്യമാധ്യമങ്ങളും നമുക്കെന്നാ വീട്ടിലോട്ട് കയറിയാലോ? വീട്ടിൽ കയറിയിരുന്ന ബാക്കി വർത്തമാനത്തിലേക്ക് പോവാം. ഞങ്ങളുടെ നാക്കായിരുന്നു, അവസാന വാക്കായിരുന്നു. അന്ന് ഞങ്ങളുടെ കണ്ണായിരുന്നു, കണ്ണാടിയായിരുന്നു. ചിലർക്ക് കണ്ണിലെ കരടായിരുന്നു. അങ്ങ് ഞങ്ങളുടെ വഴിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, നാടിൻ്റെ വിലാസമായിരുന്നു. വിഴയോതിയ ഡിസംബറിൻ്റെ കുളിരിൻ്റെ പൊള്ളുന്ന ചൂടായിരുന്നു. ചുടുകണ്ണീരിൻ്റെ നനവായിരുന്നു. നഷ്ടബോധത്തിൻ്റെ നീറ്റലായിരുന്നു. വേദനയുടെ വിങ്ങലായിരുന്നു. കാള പറ്റുന്ന മാതൃകയായതും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കാൻ ഉറച്ചതും എന്തിനും ഏതിനും ഇറങ്ങിത്തിരിച്ചതും ഇല്ല മറക്കില്ല മരിക്കാത്ത ഓർമ്മകൾ ഓരോ കരളിലും ചോര പൊടിയുന്ന മുറിവായി നോവായി നിരിപ്പോടായി ജ്വലിക്കുന്ന സ്മരണകളായ അനശ്വരമായിടും. ഒരു നാടിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് എഴുതി വെച്ച വരികളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിലൊരു മൊഞ്ചനുണ്ടല്ലോ, നല്ല ഗെറ്റപ്പിലൊക്കെ ആണല്ലോ. എന്താ പേര്? ബദറുദ്ദീൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യും. പേരെന്താ ഉമ്മയുടെ? ഖദീജ. ഉമ്മ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ കൃത്യമായിട്ട്? ഉമ്മക്ക് എത്ര മക്കളാ? അതൊക്കെ പോട്ടെ, നമുക്ക് അത് ചോദിക്കാം. ഉമ്മക്ക് എത്ര മക്കളാ? 10 മക്കള്. എല്ലാരും ഒന്നിച്ചാണോ താമസം, അതോ പല പല വീടുകളാണോ? അടുത്തടുത്താണോ? ഭർത്താവിൻ്റെ വീട്ടില് എല്ലാരും. പിന്നെ 2 വേറെ, മറ്റേ 3 വീട്ടിലല്ലേ. ഈ വീട്ടിൽ തന്നെ. നമ്മുടെ ഇപ്പോ ഈ തെരഞ്ഞെടുത്ത് വരുന്ന MP-മാരൊക്കെ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തു മണ്ഡലത്തിൽ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഈ MP-മാർക്ക് കൊല്ലങ്ങളായി കാരണാകരനാന്നുണ്ടായത്. ഒരു MP ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലൊക്കെ അറിഞ്ഞത് ഇപ്പോൾ MP ഉണ്ണിത്താൻ വന്നതിൻ്റെ ശേഷം MP കൊണ്ട് ഇന്നോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ നാട്ടുകാർക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയി. നമുക്കൊന്ന് പരിചയപ്പെടാം അവരെ. പേര് പറയൂ. ഫാത്തിമ ഷിസ. മോളോ? ഫാത്തിമ സഹറ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. പേരെന്താ? മാസിൻ. അഹമ്മദ് മാസിൻ. മാസാണല്ലോ. അദ്ദേഹം കുറച്ചൊരു ഫാഷൻ ഫ്രീക്ക് ആണല്ലോ. അടിപൊളിയാണല്ലോ. നല്ല ഹെയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് കാസർഗോഡിന് എന്താ വേണ്ടത്? അങ്ങനെ കാസർഗോഡിന് അത് വേണം, ഹോസ്പിറ്റല് വേണം, റോഡ് വേണം, അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? അങ്ങനെ നോക്കാറില്ല. വീട്ടുകാർ പറയും ഇന്നയാള് സ്ഥാനാർത്ഥിയാണെന്ന്, അങ്ങനെയാ പറയുന്നത്.
നമ്മളിപ്പോ ഈ വീട്ടിലോട്ട് വന്നത് ഈ വീട്ടിലെ വോട്ട് എത്രയാണ് എന്ന് കൂടി അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല, മനസ്സിലായി. അടുക്കളയിലോട്ടൊക്കെ അപ്പൊ ഇതൊരു ലീഗ് വീടാണ്. ഈ വീട് നിൽക്കുന്ന ഒരു ലീഗ് നാട്ടിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തതും ഏറ്റവും കൂടുതൽ പോളിംഗ് നൽകിയതും ഈ ബൂത്താണ്. ഈ മേഖലയിൽ പണക്കാട് നിന്ന് ആരെങ്കിലും ഒരാൾ ഉദ്ഘാടനത്തിന് കിട്ടണമെങ്കിൽ അതിനുള്ള ചാവിയാണ് യഥാർത്ഥത്തിൽ ചിത്താരി മുഹമ്മദ് ഹാജി. അതേപോലെ ഈ സംസ്ഥയുടെ വലിയ വലിയ പണ്ഡിതന്മാരെ കിട്ടണമെങ്കിൽ മുഹമ്മദ് ഹാജിയോട് പറഞ്ഞാൽ മൂപ്പര് അന്ന് ഫോണില്ലാത്ത കാലത്ത് മൂപ്പര് അവിടത്തേക്ക് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടിരും. ഫോൺ വന്നതിന് ശേഷം അദ്ദേഹം ഫോൺ വിളിച്ച് പറഞ്ഞ് ഏർപ്പാടാക്കും. അപ്പോൾ അങ്ങനെ ആ രൂപത്തിലൊരു വലിയ ബന്ധമുള്ള ഒരു വലിയ മനുഷ്യൻ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇനി ആർക്കാ വോട്ടെന്ന് ചോദിക്കുന്നില്ല. ഇവിടെ ഇനിയിപ്പോ എന്താ നമുക്കൊരു വേണ്ട മാറ്റം എന്താണ് ചിത്താരിക്ക് അല്ലെങ്കിൽ കാസർഗോഡിന്? കാസർഗോഡിന് വേണ്ടത് ഒരു ഹോസ്പിറ്റൽ, നല്ല ആശുപത്രി വേണം. ചികിത്സക്ക് ഇപ്പൊ എവിടെയാ പോവാറ്? ഇവിടുന്ന് ഏകദേശം മംഗലാപുരം, അങ്ങോട്ട് കോഴിക്കോട്, അങ്ങോട്ടും എല്ലാം പോലെ. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പൊ എഴുതാനൊരു സമ്മാനമൊക്കെ തന്നാണ് ഇവിടുന്ന് നമ്മളെ യാത്രയാക്കുന്നത്. അപ്പൊ നമ്മള് വീട്ടിലോട്ട് വന്നു, കുറെ വോട്ട് വിശേഷങ്ങൾ ചോദിച്ചു. മാത്രമല്ല മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാനും കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് കാഞ്ഞങ്ങാട്ടെ ചിത്താരിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക്. കുറച്ച് സംഗീതം, അതിൻ്റെ കൂടെ കുറച്ച് കൃഷി, ഇതൊക്കെ ചെയ്യുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ. അങ്ങനെയുള്ള ഒരു വെറൈറ്റി കോമ്പിനേഷൻ പിടിച്ചപ്പോഴാണ് ദാമോദരേട്ടനെ കുറിച്ച് അറിഞ്ഞത്. ദാമോദരേട്ടൻ്റെ വീട്ടിൽ ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു കുടുംബമാണുള്ളത്. പറഞ്ഞു തീർന്നില്ല, അടക്കയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ വീട്ടിലുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടോ എന്നൊക്കെ നമ്മൾ നേരത്തെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. ഈ പെരിയയിലെ ദാമോദരേട്ടൻ ഒരു ചേട്ടനുണ്ട്, പേര് മാധവൻ. നാട്ടിലായിരുന്നില്ല, ഗുജറാത്ത്, അസം, അങ്ങനെ രാജ്യത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി വന്ന ആളാണ്. നമുക്ക് വീടിൻ്റെ കോളിംഗ് ബെല്ലും തപ്പി നോക്കാം. നമസ്കാരം. അപ്പം പെരിയ ദാമോദരൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ വീട്ടിലോട്ട് പരിപാടി. വീട്ടിലോട്ട് വരുന്നു. വീട്ടിലിരുന്നിട്ട് എന്താ നമ്മൾ വർത്തമാനം പറയാൻ പോണേ? ഓക്കെ, നമുക്ക് വോട്ടിനെ കുറിച്ചാണ് പറയേണ്ടത്. എന്താ ഈ സ്ഥാനാർത്ഥികളൊക്കെ വന്നോ അതോ ഞങ്ങളാണോ ആദ്യം? സ്ഥാനാർത്ഥികളൊക്കെ വന്നോ അതോ സ്ഥാനാർത്ഥികളും പ്രഖ്യാപനം നമ്മൾ ആദ്യം വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പറയാൻ ആദ്യമായിട്ട് വരുന്ന നിങ്ങളാണ്. അപ്പൊ റിപ്പോർട്ടറാണ് ഫസ്റ്റ് സ്ഥാനാർത്ഥി. എൻ്റെ ബ്രദറാണ്, നവോദയ പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞതാണ്. ഗുജറാത്ത് അമ്രേലി ജില്ല. അമ്രേലി ജില്ല എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥലമായിരുന്നു പോലും, മണ്ഡലമായിരുന്നു പോലും. അനിയനെ വർത്താനം പറയുന്നതാണോ അതോ പാട്ട് പാടുന്നതാണോ താല്പര്യം? അനിയൻ പാട്ട് പാടുന്നതാണോ വർത്താനം പറയുന്നതാണോ, ഏതാ നല്ലത്? പാട്ട് പാടുന്നത്. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. നമസ്കാരം ചേച്ചി. നമ്മൾ വീട്ടിലോട്ട് വന്നത് വീട്ടുകാരെ കാണാൻ വേണ്ടി കൂടി. ടെൻഷനായോ? കുറച്ച് ടെൻഷൻ എന്തിനാ? നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതല്ലേ. നല്ല പാട്ടൊക്കെ പാടി. അപ്പം ഞാൻ ചോദിച്ചു സുന്ദരി എവിടെയാണ്? സുന്ദരി എന്നൊക്കെ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു. പണ്ട് ഇതേ പാട്ടൊക്കെ തന്നെ പാടുന്നുണ്ടായിരുന്നോ? പഴയ പാട്ടുകൾ. നീ വന്നേ ഓടിക്കളഞ്ഞു എനിക്ക് വന്നേ. ഇതേതാ മണ്ഡലം? ഉദുമ മണ്ഡലത്തിലെ പെരിയ ദാമോദരേട്ടന്റെ വീട്ടിലെ കുറെ വോട്ട് വിശേഷം നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ കാസർഗോഡ് പുട്ടാണോ മെയിൻ? കാസർഗോഡ് പുട്ടല്ല. ഇവിടെ എന്താ? നെയ്പത്തലി, ഒറോട്ടി. അപ്പോൾ നെയ്പ്പത്തലും കടലക്കറിയാണ് നമ്മൾ പെരിയെന്ന് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം. വീട്ടിലോട്ട് വരുന്നു, വീട്ടിലെ വിഭവം കഴിച്ചു, വീട്ടിലെ വോട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പതുക്കെ പോകും. അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ 3 പേര് തയ്യാറായിട്ടുണ്ട്. പ്രാദേശികമായ പ്രത്യേകതകൾ, ചില പഴയ രീതികൾ, അതൊക്കെ പിന്തുടരുന്ന നിരവധിയിടങ്ങൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കാസർഗോഡ് മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് എരിക്കുളം എന്ന ഗ്രാമത്തിലാണ്. പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ കുംഭാര സമുദായക്കാർ ഏറെയുള്ള ഗ്രാമം. എരിക്കുളം അങ്ങനെയാണ് ലോക ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എരിക്കുളം എന്ന ഗ്രാമത്തിലേക്ക്, ഇവിടെയുള്ള കുംഭാര സമുദായക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പലയിടങ്ങളിലും വീടുകൾ കുടിലുകളുടെ സ്ഥാനത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട വീടുകളായി മാറിയിട്ടുണ്ട്. പക്ഷേ അവർ കുലത്തൊഴിലായി കൊണ്ടു നടക്കുന്ന മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്?
അത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്ര രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വരുന്ന വഴിയിൽ അന്വേഷിച്ചത്. കളിമൺ വയലിൽ നിന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഈ കളിമണ്ണ് കൊണ്ടുവന്ന് വീടിനടുത്തുള്ള ഇതുപോലെയുള്ള കുഴികളിൽ കൊണ്ടുവന്ന് സംഭരിക്കും. അടുത്ത വർഷത്തേക്കുള്ള കളിമൺ പാത്ര നിർമ്മാണത്തിനായിട്ടുള്ള ആ കളിമണ്ണ് കൊണ്ട് ശേഖരിക്കുന്നത് ഇതുപോലെയുള്ള കുഴികളിലാണ്. ഈ കുഴികളിൽ നിന്ന് കളിമണ്ണെടുത്താണ് അവർ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഈ കളിമൺ പാത്രങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലൊന്നും വിപണിയിൽ അങ്ങനെ ചിലവാകാറില്ല. വിശേഷാവസരങ്ങൾ, പ്രത്യേകിച്ചും ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് അങ്ങനെയൊക്കെ മാത്രമാണ് മൺപാത്രങ്ങൾ നമ്മളായാലും വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രധാനപ്പെട്ട അഭ്യർത്ഥന എന്താണ്? എന്തായി, വോട്ട് ചെയ്യാനൊക്കെ തയ്യാറായോ? തയ്യാറായി. ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ്. അതിലും ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു MP തെരഞ്ഞെടുക്കുക. എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഈ വീട്ടിൽ എത്ര വോട്ടുണ്ട്? വോട്ട് കുറേയുണ്ട്. ഇവിടെ ഒരു 10-200 വീടില്ലേ കുമ്പാര സമുദായക്കാര്? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്നും വോട്ട് ചെയ്ത് MP ജയിപ്പിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടതൊന്നും സഹായമൊന്നും ചെയ്യുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പും വോട്ട്. ഇത് നമ്മൾ LDF കോട്ടയല്ലേ, മടിക്കൈയല്ലേ ഇത്. മടിക്കൈ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. LDF കോട്ടയിൽ 300-400 വീടുകൾ നമ്മളെ കുശവ സമുദായക്കാരനുണ്ട്. അതിൻ്റെ എല്ലാം LDF. തെരഞ്ഞെടുപ്പിൽ വോട്ടൊക്കെ ചെയ്യാൻ പോകാറുണ്ടോ? പോകാറുണ്ട്. എപ്പോഴും പോയി വോട്ടിടും. എങ്ങനെയാ, ചിഹ്നം നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണോ? ജയിച്ചു വരുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ പിന്നെ ആവശ്യപ്പെടുന്ന നമ്മൾ ഈ കോളനിയിൽ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ പറയുന്നു. അതെ. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എതിരായിട്ട് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്യില്ല. പക്ഷെ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ വരുന്ന വോട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വോട്ടറുടെ ഒരു അഭിപ്രായമാണ്. കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വോട്ട് ചെയ്യുമ്പോൾ തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പലതവണ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തിച്ചു തരണം എന്നാണ് ഇവിടെ എത്തുമ്പോൾ ഇവർ നമ്മളോട് പറയുന്നത്. വീട്ടിലോട്ട് നമ്മൾ എത്തി അവരുടെ വോട്ട് വർത്തമാനം കേൾക്കുകയായിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക്. അധ്വാനത്തിനനുസരിച്ച് വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുലത്തൊഴിൽ ഉപേക്ഷിക്കുന്നവരുടെ ഇടയിലാണ് അധ്വാനം ഇവിടെയുമാകാം, ഒപ്പം മറ്റു ജോലികൾക്കും പോകുന്നതിനൊപ്പം കുലത്തൊഴിൽ കൈവിടാതെ നിൽക്കുന്ന ആളുകളുമുണ്ട്. ചേച്ചി എത്ര കാലമായിട്ട് മൺപാത്രം ഉണ്ടാക്കുന്നുണ്ട്? 16 വയസ്സിൽ തുടങ്ങിയത്. 16. എല്ലാവരും സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ ആളില്ലാതെ കൊണ്ട് ഞാൻ അച്ഛനൊക്കെ സഹായിക്കാൻ കൂടി വീട്ടുകാർ പണിയെടുക്കുന്നുണ്ട്. ഒരു ഇതുമില്ല. വോട്ട് ചെയ്യാനായിട്ടൊക്കെ പോകാറുണ്ടോ? വോട്ട് ചെയ്യാനെല്ലാം പോയിട്ടുണ്ട്. അവർ വന്നിട്ട് പറയും ഞാൻ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണം ശരിയാകും. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചോറിന് പഞ്ചായത്ത് പോയി പണ്ടേ കിട്ടി 10-30 പോലെ ഈ പഞ്ചായത്ത് പോയി കിട്ടിയിട്ട് ഇത് മാത്രം ഈ ഞാൻ വേഗം ലോൺ എടുത്തിട്ട് കെട്ടിയത് ഈ വീട് ഈ സിറ്റോട്ട് മാത്രം. അപ്പോൾ ഇങ്ങനെ ചോറിന് ഞാൻ അവരോട് പറയും, എന്നാൽ എൻ്റെ ഭർത്താവ് ചീത്ത പറയും, എന്ത് അങ്ങനെ പറയുന്നത് അവർ തരുമോ എന്ന് അവർ പറയും. ഞാൻ എന്നാലും അവരോട് പറയും, വോട്ടിന് വന്നവരോട് ഇന്ന് വരാമെന്ന് ഞാൻ വീട് ചോദിക്കുന്നു, അവിടെ ഒന്ന് പുതുക്കിപ്പോയി ഞാൻ ഒന്ന് തരണമെന്ന്. അവർ തരാനില്ല. അവർ പറയും ആ ശരി ആക്കിത്തരാം. അങ്ങനെ 2-3 മെമ്പർമാരും എല്ലാവരും തിന്ന് ജയിച്ച് പോയി. വീട്ടിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇതെന്ന് പറയണ്ടേ. നമ്മളിപ്പോൾ ഉള്ള ഉദുമയിലാണ്. ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ ഈ പെരിയ ഇരട്ടക്കൊലക്കേസൊക്കെ ചർച്ചയായപ്പോൾ CH കുഞ്ഞമ്മൂന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ ഒരു കോൺഗ്രസ് നേതാവുണ്ട്, പെരിയ ബാലകൃഷ്ണൻ. പെരിയ ബാലകൃഷ്ണൻ എന്ന് പറയുന്നതിനേക്കാളും മലയാളികൾക്കിടയിൽ ഒറ്റ പേര്, അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദമാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ബാലേട്ടൻ, റേഡിയോയിലൂടെ കേട്ടിട്ടുള്ള ആ ബാലേട്ടനെ വാശിച്ചേച്ചി അറിയില്ലേ? ആ ബാലേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു, ഈ പെരിയ ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്നതിനേക്കാളും ബാലേട്ടൻ. അപ്പൊ ഈ ശബ്ദം എങ്ങനെയാ ഇതേ രീതിയിൽ ഒരേ രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? ശബ്ദത്തിന് പ്രായമാവുന്നില്ലല്ലോ. ആൾക്കും ഇല്ല വലുതായിട്ട്.
അപ്പോൾ പെരിയയിലെ ചാണകുളപ്പിൽ തറവാട്ടിലേക്ക് നമ്മളിങ്ങനെ വന്ന് കയറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സഹോദരന്മാരെല്ലാവരും ഈ മറ്റേ 5-ൽ-1 അർജുനൻ എന്നൊക്കെ പറയുന്ന ഇത് 5-ലധികമാണ്. 6 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും അല്ലേ? അമ്മ വോട്ട് ചെയ്യാനൊക്കെ പോറുണ്ടോ? പോവലുണ്ട്. അപ്പൊ ഇവര് കൊണ്ടുപോയിട്ട് ഇവര് പറയുമോ കോൺഗ്രസിന്റെ ആൾക്കാരെ വോട്ട് ചെയ്യണം എന്ന്? അതെനിക്ക് തന്നെ തോന്നും. കോൺഗ്രസ് എനിക്ക് തന്നെ തോന്നുന്നു. പണ്ട് ഇപ്പൊ എത്ര വോട്ട് ചെയ്തിട്ടുണ്ടാവും? എത്ര തവണ വോട്ട് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ കോൺഗ്രസിനെ വോട്ട് ചെയ്യല്. വിളക്കിന്റെ പേര് പറയൂ. ശാന്തയാണോ ചേച്ചി? ഭയങ്കര ശാന്തയാണ്. ഞങ്ങളുടെ എല്ലാം ഭയങ്കര മോട്ടിവേറ്ററാണ്. ഞങ്ങളെല്ലാം ചെറിയ പ്രായമാകുമ്പോഴേ ഏട്ടി വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാനിപ്പോ റേഡിയോയിലൊക്കെ ചേച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്നോട് ഭയങ്കര സ്നേഹം. പണ്ടേ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഇപ്പോഴും എല്ലാം ഒരേ രീതിയിലാണോ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. പക്ഷെ ഞാൻ വന്ന കുടുംബം അതാ ചോദിച്ചാ. പിന്നെ ഇടതുപക്ഷ ലയനശേഷം കോൺഗ്രസ് ആണ്. നമ്മളെ ഈ കുടുംബത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി ഞാനാണ് പഞ്ചായത്തിൽ. ഓ ശരി. അപ്പൊ എങ്ങനെയാ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പാർട്ടിയിലേക്ക് വരേണ്ടി വന്നോ? ആണ്. നേരത്തെ വേറെ പാർട്ടിയായിരുന്നു. ഇവരെ പോലെയാണോ? രാഷ്ട്രീയം ഉണ്ടോ അതോ വോട്ട് ചെയ്യാനായിട്ട്? വോട്ട് കന്നി വോട്ട് ഇവിടുന്നായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു പൊതു ട്രെൻഡാണോ അല്ലേ? നമ്മൾ സംസാരിക്കുന്ന നോർമലി ഇപ്പൊ നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് ഇവിടത്തേക്ക് എത്തുമ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് അതാണ്. എല്ലാവരും വളരെ പരസ്യമായിട്ട് രാഷ്ട്രീയം പറയും. അപ്പൊ ഈ വീട് രാഷ്ട്രീയം ഉറക്കെ പറയുന്ന വീടാണ്. 100%. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ കാസർഗോഡ് പട്ടണത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറേ കുട്ടികളുണ്ട്. വലിയ കുടുംബമാണ്. അപ്പോൾ അടുത്തുള്ള കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെർക്കളയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ചെർക്കള എന്ന് പറയുമ്പോൾ ചെർക്കള പാടി എന്ന് പറയുമ്പോൾ ഇടതുകോട്ടയാണ്. ചുവന്ന് നിൽക്കുകയാണ്. കാസർഗോഡ് തിരിച്ചു ചോക്കുവോ? ഒരു സംശയമില്ല. തിരിച്ചു നോക്കും. നമ്മള് വരുന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയതാ ആണോ? എങ്ങനെയുണ്ട് ഇവിടെ? ഒരു പാർട്ടി കോട്ടയാണെന്ന് പറഞ്ഞു. അതെ, പാർട്ടി കോട്ടയാണ്. എപ്പോഴും ഒരേ പാർട്ടിക്ക് തന്നെയാണോ? മാറ്റി ചെയ്തിട്ടേ ഇല്ല. എന്ത് പേടിച്ചിട്ടാണോ? അല്ല, ഇഷ്ടമായിട്ടാണ്. സ്ഥാനാർത്ഥിയാണോ നോക്കുന്നത് അതോ ചിഹ്നമാണോ? സ്ഥാനാർത്ഥിയും കൂടി നോക്കും, പക്ഷെ ചിഹ്നമാണ് പ്രധാനം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയത്തിന് ഇവിടെ ഇതുണ്ടോ? അതോ പാർട്ടി ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണോ? പാർട്ടി ഗ്രാമം തന്നെയാണ്. എപ്പോഴെങ്കിലും സ്വന്തം പാർട്ടിയെ വിമർശിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പാർട്ടിക്ക് തെറ്റുപറ്റില്ല. ചെർക്കള പാടിയിൽ വീട്ടിലോട്ട് നമ്മൾ വന്നു. വീട്ടിലെയും നാട്ടിലെയും ഒക്കെ വോട്ട് വർത്തമാനം കേട്ടു. ഇനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വീട്ടിലോട്ട്. വീട്ടിലോട്ട് തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലെ തന്നെ കല്യാശ്ശേരിയിലാണ്. ഇങ്ങേയറ്റം അജുമുക്ക നമ്മളെത്തി. അപ്പൊ ഞങ്ങള് വീട്ടിൽ എത്ര വോട്ടുണ്ടെന്ന് ചോദിച്ച് തുടങ്ങാന്ന് വെച്ചു. ഈ വീട്ടിൽ എത്ര വോട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ 4 വോട്ടുണ്ട്. 4 വോട്ടുണ്ട്. 4 ചിഹ്നം നോക്കി കുത്തുന്ന വോട്ടാണല്ലോ. ആണ്. അപ്പൊ കോൺഗ്രസും ലീഗും കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനും കൂടി ഇരിക്കാം. നമ്മള് കോൺഗ്രസും ലീഗും തമ്മിൽ 3-ാം സീറ്റിന്റെ കാര്യത്തിലൊക്കെ അടിയാന്ന് കേട്ടിട്ട് ഇവിടെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയാണല്ലോ. അടിയൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു മുന്നണിക്കകത്ത് ചർച്ചകൾ നടക്കൂലേ? സീറ്റ് ആവശ്യങ്ങളുണ്ടാവും, അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഇവർ ഓരോരുത്തരെന്ന് പറഞ്ഞ ആരൊക്കെയാണ് വീട്ടിലെ? പുരയിലുള്ള അളിയന്റെ വൈഫാണ്, അതുപോലെ എൻ്റെ മരുമക്കളാണ്, എൻ്റെ മകളാണ്, മരുമകളാണ്, കുട്ടിയാണ്, എല്ലാം മരുമക്കളാണ്. ഈ 7 മണ്ഡലത്തിലും നിയമസഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ലോക്സഭയാകുമ്പോഴത്തേക്ക് രൂപപ്പെടുന്നുണ്ടോ? ഈ അക്രമ രാഷ്ട്രീയം നമ്മൾ ഈ ലോക്സഭ മണ്ഡലം, ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം പിടിക്കാൻ തന്നെ കാരണം ഈ അക്രമ രാഷ്ട്രീയം. നമുക്ക് പറയാം പെരിയ കൊലപാതകം ഏറ്റവും വലിയ കേളികളൊക്കെ സൃഷ്ടിച്ചാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ കല്യാശ്ശേരി എന്ന് പറയുന്നത് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഇങ്ങേ അറ്റത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുമുള്ള വീട്ടിലെ വോട്ട് തേടിയുള്ള യാത്ര. ഇനി നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇങ്ങ് മഞ്ചേശ്വരത്തെ പൈവളിക എത്തിയപ്പോഴേക്കും നേരം നല്ല ഇരുട്ടായി, നല്ല രാത്രിയായപ്പോഴാണ് നമ്മളൊരു വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വീട്ടിൽ വോട്ട് വർത്തമാനം ഇങ്ങനെ തകൃതിയായിട്ട് നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും ഇത്തവണ? ഒരു മാറ്റം വരുമോ അതോ? കാസർഗോഡ്
ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡെവലപ്മെൻറ്റ്സ് പോരാ. അത് വരണമെങ്കിൽ BJP വന്നിട്ട് വേണം. എന്തിനു പറഞ്ഞാൽ കേന്ദ്രത്തിൽ NDA ഭരിക്കുമ്പോൾ നമ്മളെ കാസർഗോഡിലും ഡബിൾ എഞ്ചിൻ വേണം. അതെ, ഡബിൾ എഞ്ചിൻ വേണം. എങ്കിലേ നമുക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാവും. ഈ പ്രാവശ്യം കേരളത്തിൽ ഒരു 5 MP വരുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതിനനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയായിരുന്നു ഇവിടെ പാർട്ടിയുടെ ചിഹ്നം നോക്കിയാ വോട്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു ജയിപ്പിക്കുകയാണോ? ഇന്ന ആൾക്ക് ചെയ്യണം. അതെ, ചിഹ്നം നോക്കി ചെയ്യണമെന്ന്. ഇത് ഞങ്ങൾക്ക് ശരിയായ ഒരു BJPന്റെ ഭരണം തന്നെ ഞങ്ങൾക്ക് ശരിയായിട്ട് കാണുന്നു. അപ്പോൾ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെർക്കള പാടിയിൽ കണ്ടത് CPIMന്റെ കേഡർ വോട്ടുകളാണെങ്കിൽ ഇവിടെ മഞ്ചേശ്വരത്ത് പൈവളികയിൽ BJPയുടെ കേഡർ വോട്ടുകളുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഒരു മൊത്തത്തിൽ അങ്ങനെ ഈ ഭാഗത്ത് പണ്ട് ജനസംഘടന കാലത്ത് ഉണ്ടാകാറെല്ലാവരും ഉണ്ടാകാറാണ്. അപ്പോൾ ആ ഒരു ബേസ് ഉണ്ട്. പിന്നെ RSSന്റെ പൂർണ്ണമായിട്ടുള്ള നമ്മൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി മണ്ഡലത്തിൽ പെടുന്ന ചെറുതാഴത്താണ് നിൽക്കുന്നത്. ചെറുതാഴത്തെ ലോക്കൽ സെക്രട്ടറിയാണ് CPIMന്റെ ഇവിടുത്തെ ഈ പ്രദേശത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ആൾ രവിയേട്ടനാണ് നമുക്കിപ്പോൾ ഉള്ളത്. രവിയേട്ടൻ്റെ വീട്ടിലോട്ട് നമ്മൾ വന്നു. ഈ വീട്ടിൽ എത്ര വോട്ടുണ്ട്? ഈ വീട്ടിൽ 3 വോട്ട്. 3 വോട്ട്. പക്ഷെ ഇത് ഒരുപാട് പേരുണ്ടല്ലോ. വലിയ കുടുംബമാണോ? എല്ലാം അയൽവക്കക്കാരും ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വേരോട്ടം വലിയ ശക്തമാണെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടു. 75% 75% വോട്ടാണ് ഇടതുപക്ഷമാണ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ലാൽ സലാം ലാൽ സലാം നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി. പേരെന്താ? ഹൈമ. ഹൈമ. പാർട്ടി ആണോ പണ്ടേ, അതോ ഇവിടെ വന്ന് പാർട്ടി ആയതാണോ? അല്ല, പണ്ടേ പാർട്ടിയാണ്. എൻ്റെ വീടും പാർട്ടി കുടുംബം ആണ്. എവിടെ സ്ഥലം? എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അയൽപക്കാണ്. അപ്പൊ പാർട്ടി കല്യാണമായിരുന്നോ? പാർട്ടി കല്യാണം അങ്ങനെ പറയാൻ പറ്റൂല. ഒരു രക്തഹാരം എടുത്ത് അങ്ങോട്ടും ആണോ? ഇങ്ങോട്ട് വിട്ടു. മുതിർന്ന വോട്ടർ പറയൂ, പേര് പറയൂ. മീനാക്ഷി. ഞാൻ 17 വയസ്സ് മുതൽ വോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് സുഖമില്ല. ഞാൻ ഇന്ന് വരെ മാർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇനി മരിക്കുന്നവരെ മാർക്ക് കിട്ടുന്നില്ല. പെൻഷൻ കിട്ടാതെ എല്ലാം ആള് പറയുന്നില്ലേ, കിട്ടിയിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അതെ, അതിനൊരു തീരുമാനമാക്കണം. അതിന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം. ചുമടുതാങ്ങിൽ ഇപ്പൊ ലൈറ്റായി. കാസർഗോഡ് മണ്ഡലത്തിൽ പൊതുവെ ഇനിയിപ്പോ അടുത്തതായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന MP എന്താ ചെയ്യണ്ടേ? ലൈറ്റ് മൊത്തത്തിലാക്കണ്ട്. മൊത്തത്തിൽ പ്രകാശം പരത്തണം. ചുമടുതാങ്ങിയിലെ ഹൈമാസ് ലൈറ്റ് വന്ന വഴി നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ടാവും, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് തടയാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ മിന്നിത്തിളങ്ങുന്നത് MLAയുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടി ഇവിടെ വോട്ട് വീഴ്ത്താനായിട്ടുള്ള ഒരു ശ്രമം എന്തായാലും LDFന് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. 70% പാർട്ടി വോട്ടുകൾ ഉറപ്പാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യമുണ്ട് എങ്കിൽ പോലും ഒരു ഇടത് കോട്ടയായി തന്നെ കല്യാശ്ശേരിയിലെ ഈ ഭാഗം ചെറുതാഴം നിൽക്കുകയുമാണ്. അപ്പോൾ നമുക്ക് രവിയേട്ടൻ്റെ വീട്ടിലെ വോട്ട് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങട്ടോ. അപ്പോൾ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.